ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഈ കാണുന്ന ടേബിൾ കുറച്ച് അലമ്പായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ അതൊന്ന് ക്ലിയർ ആക്കാനുള്ള ശ്രമത്തിലാണ് ഞാൻ. ഒരു പ്രൊഡക്റ്റീവ് ഡേ ആക്കി മാറ്റാം എന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് തുടങ്ങിയിരിക്കുന്നത് കേട്ടോ. എന്താവുമെന്ന് കണ്ടറിയാം. എനിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സാധനം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ചെയ്ത് തീർത്തിട്ടേ അതിനൊരു ആശ്വാസം കിട്ടുള്ളൂ. പക്ഷേ ഈ കാലിൽ തൂങ്ങിയിരിക്കുന്ന ആളും കൂടെ സമ്മതിച്ചാൽ മാത്രമേ എനിക്കത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ബാക്കി വഴിയേ അറിയാം കേട്ടോ എന്തായി എന്നുള്ളത്. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഈ ബോട്ടിലും കാര്യങ്ങളൊന്നും ഞാനിപ്പോൾ മാറ്റാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. അതൊക്കെ അവിടെ തന്നെ ആയിരിക്കും. എനിക്ക് ആ ടേബിളാണ് കുറച്ച് നീറ്റാക്കേണ്ടത്. കാരണം സേറമോള് ഇങ്ങനെ ഓടി ഓടി കളിക്കുന്നതുകൊണ്ട് താഴെയുള്ള സാധനങ്ങളൊക്കെ ഈ ടേബിളിലേക്കായിരുന്നു മാറ്റിയും കൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ ഫുൾ ഇങ്ങനെ ഓരോ സാധനങ്ങൾ കൂടി എന്തോ പോലെ. പിന്നെ പിള്ളേരുള്ള വീട്ടിൽ നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല, ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും. ഇതിപ്പോൾ ഞാനിവിടെ ക്ലിയർ ആക്കിയാലും വീണ്ടും കുറച്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും പണ്ടത്തെ പിന്നത്തെ എന്നുപോലെ മാറുമായിരിക്കാം. എന്നാലും അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ ക്ലിയർ ചെയ്യാനുണ്ട്. അപ്പോൾ ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഡൈനിങ് ടേബിളായിട്ട് ഇത്രയും സാധനങ്ങൾ എങ്ങനെ ഇവിടെ ഈ ടേബിളിൽ വന്നേന്ന്. ഇവിടെ സേറമോളുടെ കൈയെത്തുന്ന ദൂരത്തായിരുന്നു ഈ പൊട്ടിക്കുന്ന സാധനങ്ങളും ഓരോരോ സാധനങ്ങളൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് എളുപ്പത്തിലെടുത്ത് വെക്കാൻ പറ്റുന്നൊരു സ്ഥലം ആ ഡൈനിങ് ടേബിളായിരുന്നു. അപ്പോൾ അങ്ങനെ എടുത്ത് വെച്ച് അവിടെ നിറയെ സാധനങ്ങളായി. നമ്മൾ ആക്ച്വലി ആ ഡൈനിങ് ടേബിൾ നമ്മൾ ഉപയോഗിക്കാറില്ല. നമ്മൾ ടി വിയുടെ ഫ്രണ്ടിലിരുന്നിട്ടാണ് ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കുന്നതും. പിന്നെ ടേബിളിൻ്റെ താഴെ ചൈൻ ഫിഷിങ്ങിന് പോകുമ്പോൾ കൊണ്ടുപോകുന്ന സാധനങ്ങളും ഒക്കെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഇട്ടുണ്ടായിരുന്നു. പിന്നെ ഈ യോഗ മാറ്റ് കാര്യങ്ങളൊക്കെ ടേബിളിൻ്റെ താഴെ തന്നെയായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് ഞാൻ മാറ്റി. എനിക്ക് കാണുന്നിടത്ത് തന്നെ ഇങ്ങനെ താഴെയൊക്കെ ഇങ്ങനെ വെച്ചേക്കണത് എനിക്ക് കാണുന്നതേ ഇഷ്ടമല്ല. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, ഒന്നാമത്തേൽ കൊച്ചുള്ളതുകൊണ്ട് ഓരോ സാധനങ്ങൾ വലിച്ചു വാരിയിടും. പിന്നെ നമ്മളുടെ നാടല്ല, നമുക്ക് വീട്ടിൽ ഉള്ള സ്ഥലം പോലെ ഒന്നും ഇല്ലല്ലോ എടുത്ത് വെക്കാനൊന്നും. അപ്പോൾ ഉള്ള സ്ഥലത്ത് തന്നെ നമ്മൾ ഒതുക്കി വെക്കേണ്ടി വരും. മാത്രമല്ല, ഞാൻ ഡെലിവറി കഴിഞ്ഞ് വന്നിട്ട് എനിക്ക് വീടൊന്നും നോക്കാനേ പറ്റിയിട്ടില്ല. കാരണം നമ്മൾ കൊച്ചിൻ്റെ പിന്നാലെ ആയിരിക്കുമല്ലോ. ആദ്യമായിട്ട് നമ്മൾ ഒരു അമ്മയാവുമ്പോൾ എന്താ ചെയ്യേണ്ടത്, എങ്ങനെ ചെയ്യേണ്ടതെന്ന് അതും ഞാൻ ഒറ്റയ്ക്കേ ഉണ്ടായിരുന്നുള്ളൂ. ഇച്ചാനും ഡ്യൂട്ടിക്ക് പോകും. പിന്നെ ഞാൻ തന്നെ കൊച്ചിൻ്റെ കാര്യങ്ങളും വീട്ടിലെ ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കണമായിരുന്നല്ലോ. അപ്പം കൊച്ചിനെ ഒറ്റയ്ക്ക് നോക്കുന്നവർക്ക് ചിലപ്പോൾ റിലേറ്റബിൾ ആയിരിക്കും. ആദ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഓരോ ഏരിയ അല്ലെങ്കിൽ ഓരോ കോർണറൊക്കെ എങ്ങനെ ചെയ്യണം എന്നുള്ളൊരു ഐഡിയയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ ചിലപ്പോൾ ബോട്ടിലാട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ക്രാഫ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തിടുക, അല്ലെങ്കിൽ ഞാൻ ഓൺലൈനിൽ പർച്ചേസ് ചെയ്തിട്ട് അങ്ങനെയൊക്കെ ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ വാങ്ങിച്ച് അവിടെ വോളിലൊക്കെ ഹാങ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആ ടേബിളിൽ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുറച്ചൊക്കെ. അതൊക്കെ ഞാൻ അവിടെ നിന്ന് റിമൂവ് ചെയ്തു. പിന്നെ താഴെ ഉണ്ടായിരുന്ന കുറേ സാധനങ്ങളുണ്ടായിരുന്നു, കൊച്ചിൻ്റെ വോക്കർ അങ്ങനെയുള്ള സാധനങ്ങൾ, മാറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ അവിടെ നിന്ന് എടുത്ത് വേറെ സ്ഥലത്ത് വെച്ചു. ഒരു ഉപയോഗമില്ലാത്ത സാധനങ്ങൾ കുറേ ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതെന്തിനാണെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. ഞാനതൊക്കെ എടുത്ത് എന്തായാലും കളഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ അതിനുള്ള വഴക്ക് ചിലപ്പോൾ പാഴ്സലായിട്ട് വരുമ്പോൾ തരുമായിരിക്കും, അറിയില്ല. അതെന്തായാലും നമുക്ക് കേൾക്കാം. പക്ഷെ കുറച്ച് വൃത്തിയായല്ലോ നമ്മുടെ ഏരിയ. പിന്നെ ഈ വോളിൽ എനിക്ക് എന്തെങ്കിലും നല്ല ക്യാപ്ഷൻസൊക്കെ എന്തെങ്കിലും പേസ്റ്റ് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ചാൻ്റെ അടുത്ത് 2-3 പ്രിൻ്റ് എടുക്കാൻ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് പ്രിൻ്റ് എടുത്തിട്ട് വരണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. എടുത്തിട്ട് വരുമായിരിക്കും. ഇവിടെയാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഈ ഏരിയ ഇച്ചായനായിട്ട് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇച്ചായനെന്ന് വെച്ചാൽ ഇച്ചായന് സാറ്റർഡേ സൺഡേ ഓഫാണെങ്കിലും വീട്ടിലിരുന്ന് കുറച്ച് പണിയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒന്ന് അവിടെ ഇരുന്ന് ചെയ്തോട്ടെ എന്ന് കുറച്ച് സ്ഥലമൊക്കെ മാറ്റി വെച്ച് കൊടുക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാനവിടെ അത്രയും ക്ലിയർ ആക്കുന്നത് കേട്ടോ. അവിടെ അപ്പോൾ ഇങ്ങനെയൊക്കെ കിടക്കുമ്പോൾ ചൈനായാലും ഒരു ചെയ്യാനായിട്ടൊരു മൂടുണ്ടാവില്ലല്ലോ. അപ്പോൾ വർക്കൊക്കെ ചെയ്യുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തേക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ചൈന ആവശ്യമുള്ള പെൻ, പിന്നെ ക്യാൻഡിൽ ഒരെണ്ണം വെച്ചിട്ടുണ്ട് വെറുതെ അവിടെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ഒരു ചൈന പ്ലാന്റ്സൊക്കെ ഇഷ്ടമാണ്, അപ്പം അങ്ങനെ അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഡ്രൈ നട്ട്സ് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളുണ്ടെങ്കിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ വൃത്തിയാക്കി വന്നു കഴിഞ്ഞപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. എനിക്ക് നല്ല ഇഷ്ടമായി. ഇച്ചായന് ഇഷ്ടാവോ ഇല്ലേ എന്നുള്ളതൊക്കെ ഇച്ചായൻ വരുമ്പോൾ നേരിട്ട് ഞാൻ കാണിച്ചു തരാം. എന്തായാലും ഞാൻ വീഡിയോ എടുക്കും. ഇവിടെ താഴെ നിന്നുള്ളതൊക്കെ ഞാൻ എടുത്ത് മാറ്റി നല്ല രസമാക്കി. അപ്പം ഞാൻ ഈ കോർണറിൽ ഒരു പ്ലാന്റും കൂടെ വെച്ചു കേട്ടോ, ഇരിക്കട്ടെ ഒരു ഭംഗിക്ക്.
പിന്നെ ഈ റാക്കിൽ എല്ലാത്തിലും ബോട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ സേറമോൾ അതൊക്കെ എടുത്ത് പൊട്ടിക്കാൻ നോക്കായിരുന്നു. ആ മുകളിലിരിക്കണത് താഴെ വെച്ചേക്കായിരുന്നു. അതെടുത്തിട്ട് ഞാൻ വീണ്ടും മുകളിലേക്കാക്കി. കാരണം ഈ ആൾ എടുത്ത് പൊട്ടിക്കാൻ നോക്കി. പൊട്ടിക്കണേന് പ്രശ്നമില്ല, പക്ഷേ ആളുടെ കാലിൽ വീണിട്ടുണ്ടെങ്കിൽ ചില്ലാണല്ലോ, അത് നമുക്ക് ഭയങ്കര ഡേഞ്ചറാണ്. അപ്പോൾ അത് ഞാനെടുത്ത് വേഗം മുകളിലേക്ക് വെച്ചു. പിന്നെ ഇവിടെ ടേബിളിൽ ഞാൻ ആ പെന്നിട്ട് വെച്ചിരുന്ന ട്രേ എടുത്ത് മാറ്റിയിട്ട്, അത്രയും വലിയതിൻ്റെ ആവശ്യമില്ലാന്ന് എനിക്ക് തോന്നി, എടുത്ത് മാറ്റിയിട്ട് ഈ ചെറിയ സംഭവം വെച്ചോട്ടോ. അപ്പോൾ അത് അയച്ചായം വരുന്നുണ്ടെന്ന് ഇപ്പോൾ ഇവിടെ താഴെ എത്തിയിട്ടുണ്ടെന്ന് വിളിച്ച് പറഞ്ഞായിരുന്നു കേട്ടോ. സാധാരണ ഞങ്ങൾ ലിഫ്റ്റിൻ്റെ അവിടേക്കോ അല്ലെങ്കിൽ അവിടെ പുറത്ത് ഇറങ്ങി നിൽക്കുമായിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ പുറത്തിറങ്ങിയിട്ടില്ല. അപ്പോൾ റിയാക്ഷൻ എങ്ങനെയായിരിക്കും എന്ന് എനിക്ക് വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫോണും കൈ പിടിച്ചിട്ട് നിൽക്കുകയാണ്. നമുക്ക് കാണാം ഇച്ചാൻ്റെ റിയാക്ഷൻ. ആവശ്യമില്ലാതെ നമ്മൾ കളയണ്ടേ അല്ല മോനെ? കൊറേ നാളെ എടുത്ത് കളഞ്ഞ ആവശ്യമില്ലാത്തൊക്കെ എടുത്ത് കളഞ്ഞല്ല സേറു. അപ്പം ഞാൻ ഇച്ചായന് കൊടുത്ത 3 കോട്ടും ഇച്ചായൻ പ്രിൻ്റ് എടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇപ്പം തന്നെ അത് സ്റ്റിക്ക് ചെയ്യാം വോളിൽ. അപ്പം നമുക്കിവിടെ ഈ വോളിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. എന്ത് വർക്ക് റിലേറ്റഡ്? നമ്മുടെ വീടല്ലേ ഇത്. നമുക്കപ്പോ ഇപ്പൊ തന്നെ അങ്ങോട്ട് പൊട്ടിക്കാം. ഒരു മിനിറ്റ് സേറു, നോക്കി ഇത് നോക്കി സേറു, ഇത് നോക്കി. എന്നിട്ടാ ഇവിടെ മതിയാ? കറക്റ്റ് ആണോ? ബാക്കിൽ പൊട്ടിച്ചു അതിന്റെ ശരിയുണ്ട് താത്ത ശരി. ആ ഓക്കെ. സൂപ്പർ. Caption. Choose happy. Choose happy. Believe you can. മോട്ടിവേഷണൽ കോഴ്സ് ആണ് നമ്മൾ കാണുന്നത്. വർക്ക് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ. അല്ലേ? ആണോ? അപ്പോൾ ഇതാണ് ലാസ്റ്റ് റിസൾട്ട്. എങ്ങനെയുണ്ട്? ഇഷ്ടമായോ? എനിക്ക് നല്ല ഇഷ്ടമായി. എനിക്കിപ്പോഴാണ് ഒരു ആശ്വാസമായത്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.